ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിപ്പോൾ സാറ്റർഡേ എടുത്തൊരു വീഡിയോ ആണ്. സാറ്റർഡേ ഹസ്ബൻഡ് വന്നു, ഇച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വന്നേൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 5 o'clock ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ നേരത്തെ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ടൈമിൽ സത്യം പറഞ്ഞാൽ എണീക്കാറില്ല. പക്ഷേ ഇച്ചു വന്ന കാരണം എണീറ്റ് എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് തലേന്ന് തൊട്ട് തീരെ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് ആണ്, തലേ ദിവസം ഈവനിങ്, ഇന്നലെ ഈവനിങ് മീൻസ് സാറ്റർഡേ ആണ് വന്നത്. ഫ്രൈഡേ ഈവനിങ് ആണ് ആൾ പറയുന്നത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾ വരുന്നുള്ളത്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്കാണ് തീരെ വയ്യാറുണ്ട്, നല്ല തൊണ്ടവേദന, തലവേദന, മേലുവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ഡേ തന്നെ നമ്മൾ ഫുൾ ഹോസ്പിറ്റൽ പോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ അജുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അജു എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്, കൂടാണ്ട് ഞങ്ങൾ റിലേറ്റീവ്സും കൂടിയാണ് കേട്ടോ. വളരെ അടുത്ത റിലേഷനല്ല എങ്കിൽ പോലും എനിക്ക് സ്വന്തം ഓൺ ബ്രദർ പോലെ തന്നെയാണ് അവൻ. ഡിഗ്രി തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ആങ്ങള, ആ ഒരു ഇതാണ് ഞങ്ങൾ തമ്മിൽ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഭയങ്കര കുറവാണ്. ഈ കുട്ടിയൊക്കെ ആയ പിന്നെ ഭയങ്കര അവനും ബിസിയായി ഞാനും ബിസിയായി, അങ്ങനെ ആ ഒരു ലൈഫായിട്ടാണ് പോണത്. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻറ്റിന് പോകുന്നുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കുട്ടി വ്ളോഗായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ മോള് രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. സാധാരണ ഈ നേരത്തൊന്നും എണീറ്റ് വരാറില്ല. സാധാരണ 10:30-11 മണിയൊക്കെ ആകുമ്പോഴാണ് അവൾ എണീക്കാറ് തന്നെ. ചിലപ്പോൾ അതിനും ലേറ്റ് ആവും, കാരണം രാത്രി ഒത്തിരി വൈകിട്ടായിരിക്കും. അപ്പോൾ തേച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. പിന്നെ നമ്മൾ പയ്യെ അവൾക്ക് ബോക്സ് ഓപ്പൺ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ ബോക്സ് പയ്യെ ഒന്ന് ഓപ്പൺ ചെയ്തു. അന്നേരമൊന്നും എനിക്ക് തീരെ റിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് പ്രാവശ്യം വന്നപ്പോൾ ഒരു മൈക്ക് കൊണ്ടു തന്നു. എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടു തരാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ അവൾക്കൊട്ടും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കിച്ച് വരുന്നുള്ളത്. അപ്പോൾ അവളാകെ വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി 1-2 വട്ടം എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളായിട്ട് അന്നത്തെ ദിവസം പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ സൺഡേ ആണ്. സൺഡേ നമ്മൾ അജുവിൻ്റെ എൻഗേജ്മെൻറ്റിന് പോവാണ്. അപ്പോൾ അങ്കമാലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്കമാലിൽ അപ്പോൾ എനിക്ക് തീരെ വയ്യ. പക്ഷേ എനിക്കിനി കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എൻഗേജ്മെൻറ്റ് കൂടാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. അവിടെ ചെന്നിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. കണ്ണൊക്കെ കാണുമ്പോൾ അറിയാം തീരെ പറ്റണ്ടായിരുന്നില്ല. പിന്നെ എന്താ പോവാതിരിക്കാനും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ അവനോട് തലേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോടാ, നോക്കാം മാക്സിമം എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ പോന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ അവൾ കുറേ പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ നല്ല ആക്റ്റീവായി. അവരോടൊക്കെ കളിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിച്ച് പയ്യെ ഇറങ്ങി. നമ്മുടെ അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇങ്ങനെയാണ്.
അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.